ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് നോർത്ത് പറവൂർ സ്പെഷ്യാലിറ്റീസ്, നോർത്ത് പറവൂരിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. നോർത്ത് പറവൂർ പണ്ട് കാലത്ത് ഇത് പരവൂരെന്നും പരൂരെന്നും പരയൂരെന്ന പേരിലും ഇത് അറിയപ്പെട്ടിരുന്നു. എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് നോർത്ത് പറവൂർ. കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഭാഗമാണ് ഈ മുനിസിപ്പാലിറ്റി എന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 9 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 31,505 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നോർത്ത് പറവൂരിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് ചേര രാജവംശത്തിൻ്റെ പുരാതന തലസ്ഥാനമായ മോഹദയപുരത്തിൻ്റെ അല്ലെങ്കിൽ മോഹദയപുരത്തിനടുത്തായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. പരവൂർ എന്നത് ചേര രാജവംശത്തിൻ്റെ സ്ഥാനം. അതോടൊപ്പം ഇതിന് പേര് വരുവാനായിട്ടുള്ള കാരണം പുരാതന ഗോത്രമായ പരയൂർ, അതായത് പരവരുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു പേരിൽ നിന്നുമാണ് ഇത് പിന്നീട് പറവൂർ എന്ന പേരിലേക്ക് ഇത് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. പിന്നീട് കൊച്ചി രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ഒരു പ്രത്യേക കരാറ് പ്രകാരം ഇത് തിരുവിതാംകൂർ രാജവംശത്തിനോട് ചേർന്നു. അങ്ങനെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായി. പിന്നീട് 1864 ഈ പ്രദേശങ്ങളെല്ലാം 2 താലൂക്കുകളായിട്ട് തിരിക്കുന്നു. ഒന്ന് പറവൂർ, ഒന്ന് ആലങ്ങാട്. ആലങ്ങാട് എന്ന് പറയുന്നത് ഇന്നത്തെ ആലുവ ആ ഏരിയയാണ്. 1864 അങ്ങനെ വിഭജിച്ചു. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. 1958 എറണാകുളം ജില്ല രൂപീകരിച്ചപ്പോൾ ഏപ്രിൽ 1 ആണ് 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകരിക്കുന്നത്. എറണാകുളം ജില്ല രൂപീകരിച്ചപ്പോൾ നോർത്ത് പറവൂർ എറണാകുളത്തോട് ചേരുകയാണ്. എറണാകുളത്തു നിന്നും ഏകദേശം 23 കിലോമീറ്ററും ആലുവയിൽ നിന്നും ഏകദേശം 17 കിലോമീറ്ററും കൊടുങ്ങല്ലൂരിൽ നിന്നും ഏകദേശം 11 കിലോമീറ്ററും അങ്കമാലിയിൽ നിന്നും ഏകദേശം 19 കിലോമീറ്ററും അങ്കമാലിയിൽ നിന്നും ഏകദേശം 21 കിലോമീറ്ററും എയർപോർട്ടിൽ നിന്നും ഏകദേശം 19 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലത്ത് അതായത് 1341 പെരിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണല്ലോ കൊടുങ്ങല്ലൂരൊക്കെ നശിച്ചത്, കൊടുങ്ങല്ലൂർ തുറമുഖമൊക്കെ നശിച്ചത്. ആ ഒരു കാരണത്താൽ തന്നെ പിന്നീടാണ് കൊച്ചിയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ ആ ഒരു സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി, ആ വ്യാപാര രംഗത്തൊക്കെ കൊച്ചിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ പതനത്തിന് ശേഷമാണ്. പെരിയാർ കരകവിഞ്ഞൊഴുകിയതിന് ശേഷമാണ് 1341. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം, അതായത് ഏകദേശം ഒരു 1600-1800 കാലഘട്ടങ്ങളിലൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ, അതായത് കുരുമുളക് തുടങ്ങിയ അങ്ങനത്തെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി ആ ഒരു ഇതിൽ കൊച്ചി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരവൂരും അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം നോർത്ത് പറവൂർ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.